അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട ഒരു കാഴ്ചയുണ്ട്. നിറയെ ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നു. അവർക്ക് ചെമ്പിനാലുള്ള നഖങ്ങളുണ്ട്. ചെമ്പിനാലുള്ള നഖങ്ങളുള്ള ഒരുപാട് ആളുകൾ. മാത്രമല്ല അവർ അവരുടെ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങളും നെഞ്ചുകളും മാന്തി പൊളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭയാനകരമായ ശിക്ഷ. ഈ ശിക്ഷ കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്താളിച്ചുകൊണ്ട് ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ? ആരാണ് ജിബ്രീലേ ഈ മനുഷ്യന്മാർ? വല്ലാത്ത ശിക്ഷയാണല്ലോ. അവർക്കുള്ള കരങ്ങളെ കൊണ്ട് മുഖങ്ങളും നെഞ്ചുകളും ഇങ്ങനെ മാന്തി പൊളിക്കുകയാണ്. ഇറച്ചികളൊക്കെ ഇങ്ങനെ മാന്തി പൊളിച്ചെടുക്കുന്നു. വല്ലാത്ത ശിക്ഷ. ആർത്തട്ടഹസിച്ച് പൊട്ടിക്കരയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലെ, ആരാണ് ഈ കൂട്ടം ആളുകൾ? വല്ലാത്ത ഭയാനകരമായ ശിക്ഷ കൊണ്ട് ഇവർ പരീക്ഷിക്കപ്പെടുകയാണല്ലോ, ഇവർ ശിക്ഷിക്കപ്പെടുകയാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇവർ ദുന്യാവിൽ നിന്ന് കൂട്ടുകാരനെ ചീത്ത പറഞ്ഞവനാണ്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞവനാണ്, ഗീബത്ത് പറഞ്ഞവനാണ്, നമീമത്ത് പറഞ്ഞവനാണ്, കെദിബ് പറഞ്ഞവനാണ്, ശുത്മ് പറഞ്ഞവനാണ്. അങ്ങനെയുള്ള നാവിനാലുള്ള ദോഷങ്ങൾ ചെയ്ത മനുഷ്യനാണിത്. ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ, ഈ മനുഷ്യരുണ്ടല്ലോ നബിയെ, ഈ കൂട്ടം ആളുകൾ ദുന്യാവിൽ വെച്ച് തൻ്റെ സഹോദരൻ്റെ അഭിമാനത്തിൽ കൈകടന്ന് സംസാരിച്ചിട്ടുണ്ട്. അവനെ ഇവൻ കുറ്റം പറഞ്ഞു. കൂട്ടുകാരെപ്പറ്റി കുറ്റം പറയുക, അയൽവാസികളെപ്പറ്റി മോശത്തരം പറഞ്ഞു നടക്കുക, മറ്റുള്ളവരെ പറ്റി പരിഹാസവാക്കുകൾ പറഞ്ഞു നടക്കുക, ഇത് വലിയ ശിക്ഷയുള്ള കാര്യമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്. നിങ്ങൾക്ക് രണ്ട് അവയവമുണ്ട്, രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതും രണ്ട് കാലുകൾക്കിടയിലുള്ളതും. മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖ്ദൈഹി. ഇവ രണ്ട് കൊണ്ടും തെറ്റുകൾ ചെയ്യില്ല എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പു തന്നാൽ ഞാൻ നിനക്ക് സ്വർഗം ഉറപ്പു നൽകാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കരമായി നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമായി കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അയൽവാസിയെ കുറ്റം പറയുക, കൂട്ടുകാരനെ കുറ്റം പറയുക, രണ്ടാൾ ചേർന്ന് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളെ കുറ്റം പറയുക. സഹോദരിമാർക്കിടയിൽ വൈകുന്നേര സമയങ്ങളിൽ ഒരു പരദൂഷണ മജ്ലിസ് വരെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അല്ലേ? വൈകുന്നേര സമയമാകുമ്പോൾ പണിയൊക്കെ തീർത്ത് അസറൊക്കെ നിസ്കരിച്ച് നല്ല റാഹത്തായി ദുആ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നിസ്കാരപ്പായൊക്കെ മടക്കി വെച്ചിട്ട് സഹോദരിമാർക്കൊരിറക്കുണ്ട്, അയൽവാസികളുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോവും. എന്നിട്ട് ഏതെങ്കിലും നബീസനെയോ ഏതെങ്കിലും ഖദീജനെയോ അങ്ങോട്ട് പറഞ്ഞ് തിന്ന് തീർക്കും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മിഅ്റാജിൻ്റെ രാത്രിയിൽ മുത്തുനബി കണ്ടു ഒരു വിഭാഗം ആളുകളെ. അവരുടെ ശിക്ഷ നമ്മൾ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ ആ ശിക്ഷയിൽ പെട്ടുപോകരുത്. ഗീബത്ത് പറയുന്ന സ്വഭാവം നമുക്കുണ്ടാവരുത്. പരിശുദ്ധ ഖുർആൻ ചോദിച്ചു, അയകുല ലഹ്മ അഖീഹി മൈത്ത. നിന്റെ സഹോദരൻ മരിച്ചു കിടക്കുകയാണെങ്കിൽ അവൻ്റെ പച്ച മാംസം എടുത്തിട്ട് തിന്നാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതുപോലെയാണ് ഒരാളെ ഗീബത്ത് പറയുക എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ പച്ചമാംസമെടുത്ത് ഭക്ഷിക്കുന്നത് പോലെയാണ്. അവനെപ്പറ്റി അവനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവം നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ ഞാൻ ഒരുപാട് സ്ത്രീകളെ കണ്ടു. അവർ പ്രധാനമായും നരകത്തിൽ പോകാനുണ്ടായ കാരണം അവരുടെ നാവാണ്. നമ്മളുടെ നാവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഖദീജ ബീവിയോടൊപ്പം, ഫാത്തിമ ബീവിയോടൊപ്പം, ആയിഷ ബീവിയോടൊപ്പം, അതുപോലെ മറിയം ബീവിയോടും ആയിഷ ബീവിയോടൊക്കെ ഒപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ, സ്വർഗീയ നാരികളായി വാഴുവാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.